സാംസങ് പുതുതായിട്ട് രണ്ട് മോഡൽസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സാംസങ് ഗാലക്സി M01, M11. ഈ രണ്ട് മോഡൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സാംസങ്ങിൻ്റെ M സീരീസ് ഓൺലൈൻ ഓൺലി മോഡൽസ് ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് Realme Narzo 10A, Realme Narzo 10 എന്ന രണ്ട് മോഡൽ റിയൽമി ലോഞ്ച് ചെയ്തിരുന്നു. ഈ മോഡലുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാംസങ് ഇപ്പോൾ സാംസങ് ഗാലക്സി M01, M11 എന്ന രണ്ട് മോഡൽസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് സാംസങ് ഗാലക്സി M01ൻ്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് നോക്കാം. 5.71 ഇഞ്ച് IPS LCD പെന്നാണ് ഇതിൽ വരുന്നത്. നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. Qualcomm Snapdragon 439 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. Adreno 505 ആണ് ഇതിൻ്റെ GPU. 4000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 13 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ ഡ്യുവൽ നാനോസിമെന്റ് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ 512 GB വരെ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഈ ഡിവൈസ് Android 10 വരുന്നത്. 1 UI 2 ആണ് ഇതിന്റെ യൂസർ ഇന്റർഫേസ്. ബ്ലാക്ക്, ബ്ലൂ, റെഡ് എന്നീ 3 കളർ വേരിയന്റിലാണ് ഈ ഫോൺ വരുന്നത്. ഈ സാംസങ് ഗാലക്സി M01 3GB 32GB എന്നൊരു ഒറ്റ വേരിയന്റിലാണ് വരുന്നത്. 8999 രൂപയാണ് ഈ ഫോണിന്റെ പ്രൈസ് വരുന്നത്. അടുത്ത നമുക്ക് സാംസങ് ഗാലക്സി M11ന്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് നോക്കാം. 6.4 ഇഞ്ച് IPS LCD പാനലാണ് ഇതിൽ വരുന്നത്. HD+ ആണ് ഇതിന്റെ റെസൊല്യൂഷൻ. ഇതിലൊരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. Qualcomm Snapdragon 450 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. Adreno 506 ആണ് ഇതിൽ വരുന്ന GPU. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഫോണിന് സാംസങ് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ Type C ചാർജിംഗ് പോർട്ടാണ് വരുന്നത്. അടുത്ത നമുക്ക് ഈ ഫോണിൽ വരുന്ന ക്യാമറയെ കുറിച്ച് നോക്കാം. ഈ ഫോണിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 13 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറയും 5 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് ഫോണിന്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. ഫോണിന്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ ഡ്യുവൽ നാനോസിമെന്റ് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ 512 GB വരെ നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഈ ഡിവൈസ് Android 10 വരുന്നത്. 1 UI 2 ആണ് ഇതിന്റെ യൂസർ ഇന്റർഫേസ്. ഈ ഫോൺ ബ്ലാക്ക്, വയലറ്റ്, മെറ്റാലിക് ബ്ലൂ എന്ന 3 കളർ വേരിയന്റിലാണ് വരുന്നത്. അടുത്ത നമുക്ക് ഈ ഫോണിന്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. 3GB 32GB വേരിയന്റിന് 10,999 രൂപയും 4GB 64GB വേരിയന്റിന് 12,999 രൂപയുമാണ് വരുന്നത്. ഈ സാംസങ് ഗാലക്സി M01 കൊടുക്കുന്ന പൈസക്ക് വർത്താണോ അല്ലയോ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിലല്ല. കാരണം ഇതേ പ്രൈസ് റേഞ്ചിൽ മറ്റ് ബ്രാൻഡ്സിൽ നിന്ന് നമുക്ക് ബെറ്റർ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ Realme Narzo 10A, Realme C3, Redmi 8, Redmi 8A, Redmi 8A Dual, Moto G8 Power Lite. ഈ മോഡൽസൊക്കെ സാംസങ് ഗാലക്സി M01നേക്കാളും ബെറ്റർ ഓപ്ഷൻസ് ആണ്. Redmi 8, Redmi 8A, Redmi 8A Dual, Realme C3 ഈ ഫോൺസിൻ്റെ ഒക്കെ അൺബോക്സിംഗ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഈ അടുത്ത് തന്നെ Realme Narzo 10A അൺബോക്സിംഗ് ഈ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ പ്രൈസ് റേഞ്ചിൽ സാംസങ് എന്ന ബ്രാൻഡിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ മോഡൽ ചൂസ് ചെയ്യാം. അടുത്തത് സാംസങ് ഗാലക്സി M11ന്റെ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ബ്രാൻഡ്സിൽ നിന്നുള്ള ബെറ്റർ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Realme Narzo 10A, Realme 5i, Redmi Note 8 Pro, Redmi Note 7 Pro. ഈ പ്രൈസ് റേഞ്ചിൽ സാംസങ് എന്ന ബ്രാൻഡിൽ നിന്നൊരു ഫോൺ, പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേ, ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.